അപ്പോൾ ഇവർ പറഞ്ഞ ഫ്രീസർ ഓണാക്കി എന്തോ ഓട്ടോമാറ്റിക്കലി എന്തോ ഓഫായപ്പോൾ അത് തന്നെ ഓണാവും, ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക് ഓഫായാലും അത് തന്നെ ഓണാവുമെന്ന് അവർ പറഞ്ഞു. ഇങ്ങനെ അതായത് ഓണാക്കിയില്ല, 15 മിനിറ്റ് ആയാലും ഒരു നോർമൽ നമ്മുടെ ഫ്രിഡ്ജിനായാലും കുറച്ച് തണുപ്പ് കാണും, ഒട്ടും തണുപ്പില്ല. ഹോസ്പിറ്റൽ എന്താ പറയുന്നത്? ഹോസ്പിറ്റലിൽ പറഞ്ഞാൽ അവരുടെ വിഷയം കൊണ്ടൊന്നും അല്ല, ഇത് വേറെ എന്താ കറണ്ടിൻ്റെ വിഷയം. നമ്മളിവിടെ വന്നതിന് ശേഷം ബോഡി എടുക്കാൻ വന്നപ്പോൾ തന്നെ വന്നപ്പോൾ കറണ്ട് പോയായിരുന്നു. കറണ്ട് പോയി 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ കറണ്ട് പോയത്. ആലോചിച്ച് പോയി, ഇത്രയും ബോഡി തന്നെ. അഞ്ചലിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം അഴുകി ജീർണിച്ച നിലയിൽ കണ്ടെത്തി. ആയൂർ തോട്ടത്തറ ഹൌസിൽ ജോയൽ ജോർജ് മാത്യുവിന്റെ മൃതദേഹമാണ് ആശുപത്രി അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് ജീർണിച്ച നിലയിൽ ബന്ധുക്കൾക്ക് ലഭിച്ചത്. ഏപ്രിൽ 5 ഞായറാഴ്ച പൂനെക്കടുത്തുള്ള റോഹണ്ടി ഡാമിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് ജോയൽ ജോർജ് മാത്യു അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടത്. പൂനെയിൽ ജോലി ചെയ്തിരുന്ന ജോയൽ സുഹൃത്തുക്കളോടൊപ്പം ഡാം സന്ദർശിക്കാനെത്തിയതായിരുന്നു. ഏപ്രിൽ 6 തിങ്കളാഴ്ച പൂനെയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിച്ചു. തുടർന്ന് 7-ാം തീയതി രാവിലെ 10 മണിയോടെയാണ് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയത്. ഇന്ന് രാവിലെ 9 മണിയോടെ സംസ്കാര ചടങ്ങുകൾക്കായി മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ എത്തിയപ്പോഴാണ് മോർച്ചറിയിൽ മൃതദേഹം അഴുകി വീർത്ത നിലയിൽ കണ്ടെത്തിയത്. ബന്ധുക്കൾ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിക്കുകയും അഞ്ചൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. മോർച്ചറിയിൽ വൈദ്യുതി തടസ്സപ്പെട്ടപ്പോൾ അത് കൃത്യമായി പുനഃസ്ഥാപിക്കാതിരുന്നതാണ് ഇതിന് കാരണമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. രാവിലെ എടുക്കാൻ വരുമ്പോൾ ഈ ബോഡി ജീർണിച്ച നിലയിലാണ് ഇരിക്കുന്നത്. അതായത് ഒട്ടുമേ അത് ഓണായ സ്ഥിതിയിലല്ലായിരുന്നു, അല്ലെങ്കിൽ ഓണായിരുന്നെങ്കിലും അത് ഫ്രീസ് ആയിട്ടില്ല. അതിൻ്റെ എന്തെങ്കിലും കേടുപാടുകളുണ്ടോ ഇല്ലയോ എന്ന് അധികൃതർ ആരും അത് ചെക്ക് ചെയ്തിട്ടില്ല. ഞങ്ങൾ വന്ന് ബോഡി എടുക്കുമ്പോഴാണ് അറിയുന്നത് ഇത് തണുത്തിട്ടില്ല എന്നുള്ളത്. സംഭവത്തിൽ ആശുപത്രി അധികൃതർ പ്രതികരണത്തിന് ആദ്യം തയ്യാറായില്ലെങ്കിലും പിന്നീട് ബന്ധുക്കളുമായി സംസാരിക്കുകയും വീഴ്ചയിൽ പരിഹാരമുണ്ടാക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.